നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന 2026 22ാം ഗഡു സംബന്ധിച്ച എല്ലാ പ്രധാന വിവരങ്ങളും നോക്കാം. കർഷകർ നേരിടുന്ന കുറഞ്ഞ വരുമാനം, വർദ്ധിച്ച കാർഷിക ചെലവുകൾ, വളം, വിത്ത്, കീടനാശിനി വിലവർദ്ധനവ് ഇവയെല്ലാം കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാർ PM കിസാൻ യോജന ആരംഭിച്ചത്. 22ാം ഗഡു എപ്പോൾ വരും? ആർക്കൊക്കെ അർഹമാണ്? KYC എന്തുകൊണ്ട് നിർബന്ധം? സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കാം? പണം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന കൃഷി കർഷക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു നേരിട്ടുള്ള വരുമാന സഹായ പദ്ധതിയാണ്. പദ്ധതിയുടെ ലക്ഷ്യം ചെറുകിട മധ്യകിട കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ്. കാർഷിക ഇൻപുട്ട് ചെലവുകൾ കൈകാര്യം ചെയ്യാൻ സഹായിക്കുക, കാർഷിക കുടുംബങ്ങൾക്ക് സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുക. പദ്ധതി പ്രകാരം പ്രതിവർഷം 6000 രൂപ 3 ഗഡുക്കളായി 2000 വീതം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് DBT വഴി ലഭിക്കുന്നതാണ്. PM കിസാൻ ഗഡുക്കളുടെ ഒരു ചുരുക്കം നോക്കാം. 22ാം ഗഡു വിതരണം ചെയ്തത് 2025 നവംബർ 19-നാണ്. മഹാരാഷ്ട്ര യവത്മാനിൽ വിതരണം ചെയ്തു. 9 കോടി കർഷകർക്ക് മൊത്തം തുക 12,000 കോടി നൽകി. ഇതിന്റെ തുടർച്ചയാണ് 22ാം ഗഡു 2026. 22ാം ഗഡുവിൽ ഇനി 2000 രൂപയാണ് ലഭിക്കാനിരിക്കുന്നത്. വരുന്ന പ്രതീക്ഷ തീയതി 2026 ഫെബ്രുവരി മാർച്ചിന് ഇടയിലുള്ളതാണ്. ഔദ്യോഗിക തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മുൻഗഡുക്കളുടെ മാതൃക അനുസരിച്ചാണ് ഈ പ്രതീക്ഷ. KYC പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ഗഡു ലഭിക്കൂ. ഈ KYC ഇല്ലെങ്കിൽ പേയ്മെന്റ് ഹോൾഡ് ചെയ്യും. സ്റ്റാറ്റസ് KYC പെൻഡിംഗ് എന്ന് കാണിക്കപ്പെടും. അടുത്ത ഗഡു നഷ്ടപ്പെടുന്നതായിരിക്കും. ഈ KYC ചെയ്യുന്നതിനായി pmkisan.gov.in OTP ബയോമെട്രിക് വെരിഫിക്കേഷൻ നടത്തി അക്ഷയ കേന്ദ്രം വഴിയോ CSC സെന്റർ വഴിയോ നിങ്ങളുടെ ആധാരങ്ങളും രേഖകളും സമർപ്പിച്ച് നിങ്ങൾക്ക് ഈ KYC ചെയ്യാവുന്നതാണ്. ഇതിന് അർഹതയുള്ളത് ഭൂവുടമ, കർഷകർ, സർക്കാർ ജീവനക്കാരല്ല, ഇൻകം ടാക്സ് പേയർ അല്ല. സാധാരണ പിശകുകൾ ഇതിലൂടെ സംഭവിക്കാറുള്ളത് പേര്, ഡേറ്റ് ഓഫ് ബർത്ത് മിസ്മാച്ച് ആകുക, ലാൻഡ് റെക്കോർഡ് അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക, ബാങ്ക് അക്കൗണ്ട് ഇനാക്റ്റീവ് ആയിരിക്കുക, ആധാർ ബാങ്ക് ലിങ്ക് അല്ലാതെ ഇരിക്കുക. ഇവയിൽ ഒന്നുപോലും ഉണ്ടെങ്കിൽ പേയ്മെന്റ് ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനായി www.pmkisan.gov.in തുറക്കുക. ഫാർമേഴ്സ് കോർണർ ക്ലിക്ക് ചെയ്ത് നോ യുവർ സ്റ്റാറ്റസ് എടുത്ത് രജിസ്ട്രേഷൻ നമ്പർ നൽകുക. OTP വെരിഫൈ ചെയ്ത് ഗെറ്റ് ഡാറ്റ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും 22ാം ഗഡുവിന്റെ സ്റ്റാറ്റസ്. പേയ്മെന്റ് റിലീസ്ഡ് ആണോ, പെൻഡിംഗ് ആണോ, റീസൺ ഫോർ റിജക്ഷൻ ആണോ എന്നുള്ളത്. പണം കിട്ടിയില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ബാങ്ക് അക്കൗണ്ട് കൃത്യമായി പരിശോധിക്കുക. NPCI DBT എനബിൾഡ് ആണോ എന്ന് നോക്കുക. ആധാർ ലിങ്ക് വെരിഫൈ ചെയ്യുക. ഈ KYC കംപ്ലീറ്റഡ് ആണോ എന്ന് നോക്കുക. ഹെൽപ്പ് ഡെസ്ക്, കൃഷിഭവൻ, CSC സെന്ററിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ പണം നഷ്ടമാകാൻ കാരണം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് വേഗം തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുക. PM കിസാൻ പദ്ധതിയുടെ പ്രാധാന്യം. ഈ പദ്ധതി സഹായിക്കുന്നത് വളം, വിത്ത്, കീടനാശിനി വാങ്ങാൻ, വിള ഉൽപാദനം മെച്ചപ്പെടുത്താൻ, കർഷക കുടുംബങ്ങളുടെ ക്ഷേമത്തിനായി. ഇത് രാജ്യത്ത് കോടിക്കണക്കിന് കർഷകർക്ക് ആശ്വാസമായ പദ്ധതിയായി രൂപ 2000 വീതം നൽകുന്ന പദ്ധതിയാണ്. PM കിസാൻ 22ാം ഗഡു തീയതി ഔദ്യോഗികമായി വന്നാൽ ഉടൻ തന്നെ പുതിയ വീഡിയോയുമായി വരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് ഈ വീഡിയോയെ കുറിച്ച് പരിചയപ്പെടുത്താനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നന്ദി.